നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്നതിന് അതല്ല അതിന് ശരിയെന്ന് പറഞ്ഞ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ധ്രുവരാത്തയുണ്ട്, മദൻ ഗൗരി ഉണ്ട്, അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അശ്വിൻ കുമാർ ആളുടെ ട്രാവൽ നടത്തുന്നത്? റെഫറൻസസ് ആയിട്ടൊന്നുമില്ല, പക്ഷെ ഐഡിയ അത് തന്നെയാണ്. അശ്വിൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളച്ചൊടിക്കലുകളൊന്നും ഇല്ലാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന ഒരു പേജ് ആയിരിക്കണം അശ്വിൻ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്വഭാവം ഉണ്ട്. ന്യൂസിന്റെ സത്യസന്ധത അറിയാൻ വേണ്ടി എത്ര റിസ്ക് എടുക്കാനും അശ്വിൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെ എടുക്കുന്ന ഒരു റിസ്കിലാണ് ഈ പർട്ടിക്കുലർ ഇൻസിഡന്റിൽ അശ്വിൻ ഇടപെടേണ്ടി വരുന്നതും അതിന്റെ കൂടെ കുറെ പ്രശ്നങ്ങൾ അശ്വിന്റെ ജീവിതത്തിലേക്ക് വരുന്നതും ഒക്കെ അല്ലേ. അതായത് ബേസിക്കലി ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂ ഉണ്ടായി അതിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ കാണാറില്ലേ ആ നടി എന്താണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ചില സാരഥിയല്ലേ, പുള്ളിക്ക് അതിന് താല്പര്യമില്ല, പുള്ളിക്ക് അത് സ്ട്രെയിറ്റ് പോകണം, അതിനകത്ത് ഏച്ചുകെട്ടലൊന്നും വേണ്ട. അപ്പൊ പുള്ളിക്കത് അതുകൊണ്ടാണ് പ്യുവർ ഫാക്ട്സ് എന്ന പുള്ളിയെ കമ്പനി പേര്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടാണ് മുന്നിലേക്ക് പോകുന്നത്. കാരണം ആൾക്കാർക്ക് എപ്പോഴും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഇതാണല്ലോ വേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതിനകത്ത്.